നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടെലികോം ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന പ്രഖ്യാപനവുമായിട്ടാണ് ഇപ്പോൾ BSNL രംഗത്ത് വരുന്നത്. താരിഫ് നിരക്ക് കൂട്ടിയതിന്റെ ഭാഗമായി ഉയർന്ന റീചാർജ് നിരക്കാണ് നിലവിൽ സ്വകാര്യ ടെലികോം കമ്പനികളായിട്ടുള്ള എയർടെൽ, VI, ജിയോ പോലുള്ളവയൊക്കെ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒരാശ്വാസം എന്ന് പറയുന്നത് BSNL തന്നെയാണ്. കാരണം ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന നിരക്കാണ് ഈ മത്സരങ്ങൾക്കിടയിലൊക്കെ BSNL അവതരിപ്പിക്കുന്നത്. അതിലേറ്റവും പുതിയ പ്ലാനാണ് ഇപ്പോൾ BSNL അവതരിപ്പിച്ചിരിക്കുന്നത്. ദിവസേനയുള്ള ഡാറ്റ, പരിധിയില്ലാത്ത കോളിംഗ്, SMS തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന പ്ലാൻ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണയും പുതിയ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനായി 400 രൂപയിൽ താഴെ വിലയുള്ള ഒരു പ്ലാനാണ് പുതിയതായി BSNL അവതരിപ്പിക്കുന്നത്. താങ്ങാവുന്ന വിലയിൽ നിരവധി റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്ന BSNL ഇപ്പോൾ 347 രൂപയുടെ പുതിയ പ്ലാൻ കൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഉപഭോക്താക്കൾക്ക് പ്രതിദിനം 2 GB അതിവേഗ ഡാറ്റ, 100 SMS, പരിധിയില്ലാത്ത കോളിംഗ്, 54 ദിവസത്തെ വാലിഡിറ്റി എന്നിവയൊക്കെയാണ് ലഭ്യമാകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതിദിന ഡാറ്റ പരിധി കഴിഞ്ഞാൽ 40 kbps വേഗതയിൽ പരിധിയില്ലാത്ത ഇന്റർനെറ്റ് ആക്സസും ലഭ്യമാകുമെന്ന് BSNL അറിയിക്കുന്നു. കുറഞ്ഞ വിലയ്ക്ക് ഏകദേശം 2 മാസത്തെ വാലിഡിറ്റിയിൽ ഡാറ്റയുടെയും കോളിംഗിന്റെയും ആനുകൂല്യങ്ങൾ ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്ലാൻ പ്രകാരം 54 ദിവസത്തേക്ക് ദിവസവും 2 GB ഡാറ്റ ലഭ്യമാകും എന്നതാണ് ശ്രദ്ധേയം. അതായത് ആകെ 108 GB ഡാറ്റ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. ഇതിനു പുറമെ ഈ പ്ലാനിന് ഉപഭോക്താക്കൾക്ക് പ്രതിദിനം 100 SMS ലഭ്യമാകും. എയർടെലിനും ജിയോയ്ക്കും 349 രൂപയുടെ പ്ലാൻ ഉണ്ടെന്നതാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് BSNLന്റെ പ്ലാനിനേക്കാൾ 2 രൂപ കൂടുതലാണ്. എയർടെലിന്റെ ഈ പ്ലാൻ 28 ദിവസത്തെ വാലിഡിറ്റിയോടെയാണ് കഴിയുന്നത്. ഈ പ്ലാനിൽ ഉപഭോക്താക്കൾക്ക് 28 ദിവസത്തേക്ക് പരിധിയില്ലാത്ത കോളിംഗ് സൗകര്യങ്ങൾ ലഭ്യമാകും. ഈ പ്ലാനിങ്ങിൽ ഉപഭോക്താക്കൾക്ക് പ്രതിദിനം 1.5 GB ഡാറ്റയാണ് ലഭ്യമാകുക. അതായത് ആകെ 42 GB ഡാറ്റയാണ് ലഭ്യമാകുന്നത്. ഈ പ്ലാനിൽ ഉപഭോക്താക്കൾക്ക് ദിവസേന 100 SMS ലഭ്യമാകുന്നുണ്ട്. സ്പാം കോള്, അതുപോലെ തന്നെ SMS അലേർട്ടുകൾ, അപ്പോളോ 24/7 സൗജന്യ ഹെലോ ട്യൂണുകൾ തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങളും ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജിയോയുടെ ഈ പ്ലാനും 28 ദിവസത്തെ വാലിഡിറ്റിയോടെ തന്നെയാണ് നൽകുന്നത്. ഈ പ്ലാനിൽ ഉപഭോക്താക്കൾക്ക് 28 ദിവസത്തേക്ക് പരിധിയില്ലാത്ത കോളിംഗ് സൗകര്യങ്ങളാണ് ലഭ്യമാകുക. അതുകൂടാതെ പ്ലാനിൽ ഉപഭോക്താക്കൾക്ക് പ്രതിദിനം 2 GB ഡാറ്റ ലഭ്യമാകുന്നുണ്ട്. അതായത് 56 GB ഡാറ്റയാണ് ഇതിൽ നിന്ന് ലഭ്യമാകുന്നത്. അതുകൂടാതെ ഉപഭോക്താക്കൾക്ക് ദിവസേന 100 SMS-ഉം നൽകുന്നുണ്ട്. പ്ലാനിൽ പരിധിയില്ലാത്ത 5G ഡാറ്റ, ജിയോ TV, ജിയോ AI ക്ലൗഡ് ആക്സസ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനിയുടെ വെബ്സൈറ്റ് പ്രകാരം ഈ പ്ലാനിലെ ഉപഭോക്താക്കൾക്ക് 90 ദിവസത്തേക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷനും നൽകിയിട്ടുണ്ട്. ഇത് എല്ലാം വെച്ച് നോക്കുമ്പോൾ BSNL ആണ് ഏറെ ആശ്വാസകരമാകുന്ന, ഏറെ ഒരുപാട് ഡാറ്റ നൽകുന്നത് എന്ന് തന്നെ മനസ്സിലാകും. പക്ഷേ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ, അതിവേഗ കണക്ടിവിറ്റിയൊക്കെ BSNL എപ്പോൾ സാധ്യമാക്കും എന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. വൈകാതെ തന്നെ കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള BSNL 5G സേവനങ്ങളിലേക്ക് കടക്കാൻ ഇനി അധികം നാളെടുക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ജൂൺ മുതൽ ഉപഭോക്താക്കൾക്ക് 5G കണക്ഷൻ നൽകാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കമ്പനി കടക്കുകയാണ് എന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. 4G സേവനങ്ങൾ നൽകാനുള്ള 1 ലക്ഷം ടവർ പ്രവർത്തനക്ഷമമാകുന്നതിന് ഒപ്പമാകും ഈ 5G കണക്ഷനുള്ള പ്രാരംഭ നടപടികളും ആരംഭിക്കുക എന്നാണ് അദ്ദേഹം അറിയിച്ചത്. 4G സേവനങ്ങൾക്കായിട്ടുള്ള 1 ലക്ഷം ടവറുകളാണ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ 89,000-ലധികം എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട്. 72,000-ലധികം സൈറ്റുകൾ മുഴുവനായും കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു എന്നാണ് വിവരം. ഇനി ബാക്കിയുള്ളത് സിംഗിൾ സെൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന പ്രക്രിയ മാത്രമാണ്. ഇവ കൂടി പൂർത്തിയാകുന്നതോടെ മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ 2025ഓടെ 4G വിന്യാസം
പൂർത്തിയാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ തൊട്ടടുത്ത മാസങ്ങളിൽ 5Gക്കുള്ള തയ്യാറെടുപ്പുകളും ഉണ്ടാകുമെന്നും BSNL അറിയിക്കുന്നു. ജിയോയും എയർടെലും VIയും എല്ലാം അടക്കി വാഴുന്ന മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ കുറഞ്ഞ നിരക്കിൽ മികച്ച പ്ലാനുകളാണ് BSNL ഒരുക്കി വരുന്നത്. ഒരു കൊല്ലത്തേക്കുള്ള വാർഷിക പ്ലാനാണ് BSNL പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റ് സർവീസ് പ്രൊവൈഡർമാരെക്കാൾ 2 മാസം കൂടി അധികം നൽകി 14 മാസത്തേക്ക് BSNL പ്ലാൻ നൽകിയിട്ടുണ്ട്. വില വെറും 2398 രൂപയായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. ജിയോ പോലുള്ള സ്വകാര്യ കമ്പനികൾ 12 മാസത്തെ പ്ലാൻ നൽകുമ്പോൾ അതിനേക്കാൾ 3500-ലധികം ഈടാക്കുന്ന സാഹചര്യത്തിൽ BSNL ഇത്രയും കുറഞ്ഞ നിരക്കിൽ പ്ലാൻ അവതരിപ്പിച്ചത് ഉപഭോക്താക്കളെ BSNLിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. സ്വന്തമായി 4G ടെക്നോളജിയുള്ള 5 ലോക രാജ്യങ്ങളിൽ ഒന്നാണ് നിലവിലുള്ള ഇന്ത്യ. ചൈന, സൗത്ത് കൊറിയ, ഫിൻലാൻഡ്, സ്വീഡൻ തുടങ്ങിയവയൊക്കെയാണ് മറ്റു രാജ്യങ്ങൾ. 5G കണക്ഷൻ കൂടി തുടക്കമിടുന്നതോടെ ഇന്ത്യയുടെ സ്വന്തം BSNL ലോക നെറുകയിൽ ഇടം പിടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ അധികൃതരൊക്കെ ഉള്ളത്. അതേസമയം BSNL കേരള സർക്കിളിൽ 7 ലക്ഷത്തോളം FTTH ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷനുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന വിവരവും ഇതോടൊപ്പം തന്നെ അധികൃതർ പുറത്തുവിടുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ 3ാമത്തെ ഫൈബർ ബ്രോഡ്ബാൻഡ് സർവീസാണ് സേവനദാതാക്കൾക്ക് BSNL നൽകുന്നത്. BSNLന്റെ ഫൈബർ ടു ദി ഹോം സേവനമാണ് BSNL FTTH എന്ന് പറയുന്നത്. ഭാരത് ഫൈബർ എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഫൈബർ ഓപ്റ്റിക് സാങ്കേതികവിദ്യയിലൂടെ ഹൈസ്പീഡ് ഇന്റർനെറ്റും മറ്റ് കണക്ടിവിറ്റി സൗകര്യങ്ങളും ഭാരത് ഫൈബർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കോപ്പർ അധിഷ്ഠിതമായിട്ടുള്ള കണക്ടിവിറ്റിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കണക്ഷന് കൂടുതൽ വേഗതയും സ്ഥിരതയും നൽകുന്നതാണ് ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ. BSNL FTTH 2 Mbps മുതൽ 300 Mbps വരെ വേഗത്തിൽ പ്ലാനുകൾ അനുസരിച്ച് നൽകുന്നുണ്ട് എന്നാണ് പ്രത്യേകത. വോയിസ് ടെലിഫോണി, IPTV സേവനങ്ങളും ഭാരത് ഫൈബർ വഴി BSNL ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ BSNL എല്ലാ തരത്തിലും അതിൻ്റെ പ്രതാപം തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് പെട്ടെന്ന് സ്വകാര്യ ടെലികോം കമ്പനികൾ അവരുടെ താരിഫ് നിരക്ക് കുത്തനെ കൂട്ടുന്നത്. ഇത്തരത്തിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ അവരുടെ താരിഫ് നിരക്ക് കുത്തനെ കൂട്ടിയതോടെയാണ് BSNLന് അതൊരു സഹായമായി മാറിയതെന്നതാണ് യാഥാർത്ഥ്യം. സ്വകാര്യ ടെലികോം കമ്പനികൾ കുത്തനെ റീചാർജ് നിരക്ക് കൂട്ടിയതോടെ ഉപഭോക്താക്കളുടെ വലിയൊരു നഷ്ടമാണ് സ്വകാര്യ ടെലികോം കമ്പനികൾക്കുണ്ടായത്. മറുവശത്ത് ഈ ഉപഭോക്താക്കളെല്ലാം താങ്ങാവുന്ന നിരക്ക് BSNL ഉണ്ട് എന്ന് മനസ്സിലാക്കി BSNLിലേക്ക് എത്തുകയായിരുന്നു. ഇത് BSNLന്റെ വളർച്ചയ്ക്ക് വളരെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഈ അവസരത്തിൽ രാജ്യത്ത് 5G സംവിധാനം കൂടെ സാധ്യമാക്കാൻ BSNL ശക്തമായി പ്രവർത്തിച്ചു തുടങ്ങിയത്. ഇതോടുകൂടെ BSNLിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഇത് കൂടുതൽ BSNLെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സർക്കാരും.